ചാപ്റ്റർ 1 നമ്മൾ പഠിച്ചതാണ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. ഈ ഫിനാൻഷ്യൽ ഡിസിഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 എണ്ണം ഉണ്ട് എന്നുള്ളത്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, സെക്കൻഡ് വൺ ഫിനാൻസിങ് ഡിസിഷൻസ്, തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻസ് ആൻഡ് ലാസ്റ്റ് വൺ ലിക്വിഡിറ്റി ഡിസിഷൻസ്. അതിലെ നമ്മുടെ സെക്കൻഡ് വൺ ഫിനാൻസിങ് ഡിസിഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിനാൻസിങ് ഡിസിഷൻസ് എന്താണെന്നുള്ളത്, ഫിനാൻസ് ഡിസിഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഗാർഡിംഗ് ദി സെലക്ഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. അതായത് സോഴ്സ് ഓഫ് ഫിനാൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസിഷൻസിനെയാണ് ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ഫിനാൻസ് റേസ് ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്, ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയണത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 2 ആണ് ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്? നമ്മൾ ചാപ്റ്റർ 1 നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിനാൻസിങ് ഓഫ് ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഈ ഫിനാൻസിങ് ഡിസിഷൻസ്? സോഴ്സസ് ഓഫ്, അപ്പോൾ ഏതൊക്കെ സോഴ്സാണ് മെയിനായിട്ടും ഉള്ളത്? ലോങ് ടേം സോഴ്സസും ഉണ്ട്, ഷോർട്ട് ടേം സോഴ്സസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിസിഷൻസ് 4 ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ. അതിലെ ഒരെണ്ണമാണ് ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. സോഴ്സസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ലോങ് ടേം സോഴ്സും ഉണ്ട്, ഷോർട്ട് ടേം സോഴ്സസും ഉണ്ട്. അപ്പോൾ ഈ 2 സോഴ്സും കൂടി ചേർന്നതാണ്, അതായത് ലോങ് ടേം സോഴ്സസും അതേപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ടേം സോഴ്സസും 2 സോഴ്സും കൂടി ചേർന്നതാണ് ഏത് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം സോഴ്സസ് പ്ലസ് ഷോർട്ട് ടേം സോഴ്സസ്, അതാണ് ലോങ് ടേം സോഴ്സും ഷോർട്ട് ടേം സോഴ്സും 2ഉം കൂടി ചേർന്നതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടേം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചറിലെ ലോങ് ടേം സോഴ്സസ് ഏതൊക്കെയാണ് വരിക? ലോങ് ടേം സോഴ്സസ് എന്ന് പറയുന്നതാണ് മെയിനായിട്ടും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, റിട്ടേൺഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ സർപ്ലസ്. ഇതിനെയാണ് നമ്മൾ സാധാരണ ലോങ് ടേം സോഴ്സസ് എന്ന് പറയുക. ലയബിലിറ്റിയിൽ വരുന്നതാണ് ഈ ലോങ് ടേം സോഴ്സസ് എന്ന് പറയുന്നതും ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ടേം സോഴ്സസ് ഏതാണ്? ഷോർട്ട് ടേം സോഴ്സ് എന്ന് പറയുന്നതാണ് കറന്റ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ടേം ആണ്. ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോങ് ടേം സോഴ്സസ് പ്ലസ് ഷോർട്ട് ടേം സോഴ്സ് ചേർന്നതാണ്. ഈ ലോങ് ടേം സോഴ്സസ് എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡിൽ വരുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, റിട്ടേൺഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ സർപ്ലസ്. അതുകൂടാതെ ഷോർട്ട് ടേം സോഴ്സസ് ആയിട്ട് ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റിയിൽ വരുന്നതാണ് കറന്റ് ലയബിലിറ്റി. അപ്പോൾ ഈ ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം ചേർന്നതാണ് ഏത് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടേം. ദെൻ നമ്മുടെ നെക്സ്റ്റ് വരുന്നതാണ് ഈ ലോങ് ടേം സോഴ്സസ് മാത്രമായിട്ടുള്ളത്. ലോങ് ടേം സോഴ്സ് മാത്രമായിട്ടുള്ളതിനെ പറയുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ നെക്സ്റ്റ് ടേം ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫസ്റ്റ് ടേം നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഏതാണ് ഏറ്റവും വലിയ ടേം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദി ഏറ്റവും വൈഡ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ സ്ട്രക്ചറിലെ ലോങ് ടേമും വരുന്നുണ്ട്, ഒപ്പം ഏതും കൂടി വരുന്നുണ്ട്? ഷോർട്ട് ടേമും വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏത് മാത്രമേ വരുന്നുള്ളൂ? ലോങ് ടേം സോഴ്സ് മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നുള്ളൂ. അതായത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, റിട്ടേൺഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ സർപ്ലസ്. ഇത്രയുമാണ് ഇതിൽ വരുന്നുള്ളൂ. അതായത് ലോങ് ടേം സോഴ്സ് മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റിയുടെ ഒരു പ്രൊപ്പോർഷൻ ശ്രദ്ധിക്കണം. പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മിക്സ്. പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആയിട്ട് കാണിക്കുക. അപ്പോൾ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോങ് ടേം സോഴ്സ് ഓൺലി ആണ്. ലോങ് ടേം സോഴ്സ് എന്ന് പറയുന്നതാണ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ലോങ് ടേം ലോൺസ് ഓൺ ഡിബെഞ്ചേഴ്സ്, റിട്ടേൺഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ സർപ്ലസ്. അത് മാത്രം ചേർന്നതാണ് ഏത്? ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെപ്റ്റ്
പ്ലസ് ഇക്വിറ്റിയുടെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മിക്സ്. പ്രൊപ്പോർഷൻ അതായത് നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് കാണിക്കുക. അതായത് ഇക്വിറ്റി ഷെയർസ് ഇത്ര പെർസെൻറ്റേജ്, അതിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ടോട്ടലിലെ എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുക. പ്രിഫറൻസ് ഷെയർസിന് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതും കൂടി കാണിക്കുന്നതാണ് ഏത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം സോഴ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ടേമാണ് ക്യാപിറ്റലൈസേഷൻ. അങ്ങനെ 3 ടേംസ് ആണ് ഉള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ സ്ട്രക്ചർ, സെക്കൻഡ് വൺ ക്യാപിറ്റൽ സ്ട്രക്ചർ, തേർഡ് വൺ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ എന്തായിരിക്കും ഈ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിന്റെ ടോട്ടൽ എമൗണ്ട്. ഏതൊക്കെയാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് 3 സെക്യൂരിറ്റീസ് ആണുള്ളത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ദെൻ ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ലോങ് ടേം ലോൺസ് പ്ലസ് ഡിബെഞ്ചേഴ്സ്. ഇതിനെല്ലാം കൂടി ചേർന്ന് നമ്മൾ പറയുന്നതാണ് എന്ത്? ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ്. അതാണ് ഇത് ക്യാപിറ്റലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്. ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണെങ്കിൽ ലോങ് ടേം സോഴ്സസ് പ്ലസ് ഷോർട്ട് ടേം സോഴ്സ്. ഷോർട്ട് ടേം സോഴ്സ് ആയിട്ടുള്ള കറന്റ് ലൈബിലിറ്റിയും കൂടി വരികയാണെങ്കിൽ അത് എന്തായി? ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അതായത് ഷോർട്ട് ടേം സോഴ്സും കൂടി വരികയാണെങ്കിൽ. ലോങ് ടേം സോഴ്സ് മാത്രമാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ലോങ് ടേം സോഴ്സ് മാത്രം, ദാറ്റ് ഈസ് ദി പ്രൊപ്പോർഷൻ പെർസെൻറ്റേജ്, അതും കൂടി ഏതിൽ വരുന്നുണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്, ശ്രദ്ധിക്കണം. ദെൻ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ്, ഇക്വിറ്റി ഷെയർസിൻ്റെയും പ്രിഫറൻസ് ഷെയർസിൻ്റെയും ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഇതിൻ്റെ എല്ലാം ടോട്ടൽ എമൗണ്ടിനെ പറയുന്നതാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ നോക്കിയ ടേം തന്നെയാണ് ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി സോഴ്സസ് ഓഫ് ഫണ്ട്. ദാറ്റ് ഈസ് അതിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസൈഡിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് പ്രൊക്യൂറിംഗ് ഫണ്ട്സ്. ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞു ലോങ് ടേം ഫണ്ട് വരുന്നത് മാത്രം, അതിന്റെ പ്രൊക്യൂർമെന്റ് നമ്മൾ അതിനെ കളക്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദി ഫണ്ടിങ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ്. ദാറ്റ് ഈസ് സോഴ്സ് ഓഫ് ഫിനാൻസ് നോക്കുന്നതാണ് ഫിനാൻസ് ഡിസിഷൻസ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. നമ്മൾ നോക്കി ലോങ് ടേം സോഴ്സും ഉണ്ട്, ഷോർട്ട് ടേം സോഴ്സസും ഉണ്ട്. ദെൻ നമ്മൾ ആ സോഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ലോങ് ടേം ആണോ അതോ ഷോർട്ട് ടേം ആണോ എന്നുള്ളത് രണ്ടും കൂടി ചേർന്നതാണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അതിന്റെ പ്രപ്പോർഷനും കൂടി നോക്കുക. അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ സോഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അതിനെ ഇവാലുവേഷൻ നടത്തുക, ദെൻ നമ്മൾ ആ സോഴ്സ് സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈ ഫിനാൻസിങ് ഡിസിഷൻസിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് വണ്ണായിട്ട് പറയുന്നതാണ് എസ്റ്റിമേറ്റിംഗ് ദി റിക്വയർമെന്റ് ഓഫ് ഫണ്ട്. നമുക്ക് ഫണ്ടിന്റെ ആവശ്യം എത്രയുണ്ട് അത് നമ്മൾ നോക്കുക. ദെൻ ഫണ്ട് നമുക്ക് ഇത്ര ഫണ്ട് ആവശ്യമുണ്ട് എന്നിങ്ങനെ നമ്മൾ അത് ഏതൊക്കെ സോഴ്സസ് ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അതാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ ഫണ്ട് എത്രയാണെന്ന് നോക്കി, ദെൻ ആ സോഴ്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ആ സോഴ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, ഇവാലുവേഷൻ നടത്തുക. നമ്മൾ ലോങ് ടേം സോഴ്സിനെയും ഷോർട്ട് ടേം സോഴ്സിനെയും നമ്മൾ ഇവാലുവേഷൻ നടത്തുക. അതിൻ്റെ മെറിസും ഡിമെറിസും എന്താണെന്നുള്ളതൊക്കെ നോക്കുക. ദെൻ ഡിറ്റർമിനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും എങ്ങനത്തെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്തായിരിക്കും ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ദാറ്റ് ഈസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ മോസ്റ്റ് സൂട്ടബിൾ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണ്? കോസ്റ്റ് മിനിമൈസ് ചെയ്യും. മിനിമൈസ് ദി കോസ്റ്റ് ആൻഡ് മാക്സിമൈസ് ദി റിട്ടേൺ അല്ലെങ്കിൽ മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നതാണ് ഇത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സെലക്ടിങ് ദി ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട്സ്. ആ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ബേസിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ നമ്മൾ പ്രൊക്യൂർമെന്റ് നടപടികൾ സ്വീകരിക്കുക, ഫണ്ട്സ്. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടും ഏത് എന്ന് പറയുന്നത് ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റിയുടെ മിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ആ മിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എഗെയിൻ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം.
ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ദി പ്രൊപ്പോർഷൻ. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ദി പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ആ പ്രൊപ്പോർഷൻ എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുന്നത്, ദാറ്റ് ഈസ് ദി പെർസെൻറ്റേജ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റിയുടെ പ്രൊപ്പോർഷൻ ഏതിലെ? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിലെ ഡെപ്റ്റിന്റെ ഇക്വിറ്റിയുടെയും പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതാണ് ഇത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. ഡിഫറെന്റ് സോഴ്സസ് മീൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ലോങ് ടേം സോഴ്സസ്. ലോങ് ടേം സോഴ്സസ് ആണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യണത്. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് ഡെഫിനിഷൻ നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നോക്കുക. ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏത് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ? ലോങ് ടേം ഫണ്ട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. ലോങ് ടേമും ഷോർട്ട് ടേമും കൂടി ചേർന്ന് നമ്മൾ അതിന് എന്താ പറയുക? ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആയിട്ട് മാറി. ദാറ്റ് ഈസ് ദി വൈഡ് ടേം. ഓക്കെ, അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഏതും കൂടി വരുന്നുണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചറും കൂടി വരുന്നുണ്ട്. കാരണം എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം ആണ്. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. നമുക്ക് ഡിഫറൻസസ് പഠിക്കാനുണ്ട് ഇനി. ഫിനാൻഷ്യൽ സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും നമ്മുടെ ഡിഫറൻസ്, അപ്പോൾ ഇത്രയും കൂടി നിങ്ങൾക്ക് ഡീപ്പായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് പോയിന്റ്സ് നോക്കാം. എന്തായിരിക്കും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇമ്പോർട്ടൻസിൽ ഫസ്റ്റ് വരുന്നതാണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ. നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ ഫേമിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നതാണ് ഫിനാൻഷ്യൽ റിസ്ക് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ ഫേമിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഓവർ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കറക്റ്റ് നമ്മൾ പറഞ്ഞ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ഓവർ ഉണ്ടാവില്ല, അണ്ടർ ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് കറക്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ തേർഡ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നതാണ് മാക്സിമൈസസ് ദി വാല്യൂ ഓഫ് ദി ഫേം. ഫേമിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യും. ദാറ്റ് ഈസ് ദി നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടുന്നു ഫേമിനെ. അതാണ് വാല്യൂ ഓഫ് ദി ഫേം നമുക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ മിനിമൈസസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങളാണ് പറയുന്നത്. നമുക്ക് ഇതൊക്കെ ഇനി ആവശ്യമുണ്ട്, ഈ ടേംസ് ഒക്കെ. അതായത് മിനിമൈസസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലെ, മാക്സിമൈസസ് ദി വാല്യൂ ഓഫ് ദി ഫേം, ദെൻ മിനിമൈസസ് ദി ഫിനാൻഷ്യൽ റിസ്ക്. ഇതെല്ലാം നമുക്ക് ഇനിയും ആവശ്യമുള്ളതാണ്. നമുക്ക് ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ, ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യുന്നുണ്ട്, ഫേമിന്റെ വാല്യൂ കൂട്ടുന്നുണ്ട്, ദെൻ ഫിനാൻഷ്യൽ റിസ്ക് മിനിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നതാണ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദി റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രൊജക്റ്റ്. അതായത് പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന റിട്ടേൺ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ അവിടെ ഇല്ലെങ്കിൽ ഫേമിന് കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. ഏതിലൊക്കെ കാര്യത്തിലാണ്? ഫണ്ട് റേസ് ചെയ്യണ കാര്യത്തിലാണെങ്കിലും, ഫിനാൻസ് പ്രൊജക്റ്റിന്റെ കേസിലൊക്കെ ആണെങ്കിലും കുറേ പ്രോബ്ലംസ് ഫേമിനെ ഫേസ് ചെയ്യേണ്ടി വരും. ഏതില്ലെങ്കിൽ? ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഇല്ലെങ്കിൽ. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഈ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ ഫിനാൻസ് സ്ട്രക്ചർ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വൈഡർ ടേം ആണ്, അല്ലെങ്കിൽ വൈഡർ കോൺസെപ്റ്റ് ആണ് ഈ ഫിനാൻസ് സ്ട്രക്ചർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫിനാൻസ് സ്ട്രക്ചർ എന്താണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദി ലോങ് ടേം സോഴ്സസ് ആൻഡ് ദി ഷോർട്ട് ടേം സോഴ്സസ്. അപ്പോൾ രണ്ടും കൂടി ചേർന്നത്, ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം രണ്ടും കൂടി ചേർന്നതാണ് ഏത് എന്ന് പറയുന്നത് ഈ ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ടേംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഫിനാൻസ് സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറന്റ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏത് മാത്രമേ വരുന്നത്? ലോങ് ടേം സോഴ്സസ് ആണ് ഇതിൽ വരുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ലോങ് ടേം സോഴ്സസ് വരും, പ്ലസ് ഷോർട്ട് ടേം സോഴ്സസ് ആണ് ഇത് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് സ്ട്രക്ചറിൽ ഏതൊക്കെ വരും? ക്യാപിറ്റൽ സ്ട്രക്ചർ
പ്ലസ് കറന്റ് ലൈബിലിറ്റീസ്. കറന്റ് ലൈബിലിറ്റീസ് എന്ന് പറയുന്നതാണ് ഏത്? ഷോർട്ട് ടേം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോങ് ടേം. ഓക്കെ, അപ്പൊ ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം ചേർന്നതാണ് ഏത്? ക്യാപിറ്റൽ ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കതിൻ്റെ ഡിഫറൻസസ് നോക്കാം. എന്തൊക്കെയാണ് ഈ ഫിനാൻസ് സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്കത് ആ ടേം ക്ലിയർ ആവും. എന്താണ് ഈ ഫിനാൻസ് സ്ട്രക്ചറും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ. അപ്പോൾ ആ ടേംസ് ഇത്തിരി കൂടിയും ക്ലിയർ ആവും നിങ്ങൾക്ക്. എന്തായിരിക്കും ക്യാപിറ്റൽ സ്ട്രക്ചർ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് ദി ലോങ് ടേം ഫണ്ട്. ഓക്കെ, ലോങ് ടേം ഫണ്ട് മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ദി വേ ഇൻ വിച്ച് എ ഫേംസ് അസറ്റ്സ് ആർ ഫിനാൻസ്ഡ്. ദാറ്റ് ഈസ് ദി ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം രണ്ടും കൂടി വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ലോങ് ടേം ആണെങ്കിൽ ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം, ആ വേ അതാണ് അവിടെ പറയുന്നത്. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് വരുന്നത്? ലോങ് ടേം ഫണ്ടായിട്ടുള്ള ഡെറ്റ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഡെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ലോൺസ് പ്ലസ് ഡിബഞ്ചേഴ്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെപ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്? ലോങ് ടേം ലോൺസ് പ്ലസ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നതാണ് ഡെപ്റ്റ്. ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം ആണ്. അപ്പോൾ അതിൽ എന്തുകൂടി വരും? ഷോർട്ട് ടേമിന്റെ കറന്റ് ലൈബിലിറ്റീസും കൂടിയും വരും. ഓക്കെ, ഷോർട്ട് ടേം ഡെപ്റ്റ് ഓർ കറന്റ് ലൈബിലിറ്റീസ്. ദെൻ ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്. ലോങ് ടേമിൽ ഇവിടെ വരുന്ന എല്ലാ അതുകൊണ്ട് അത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, റിട്ടേൺഡ് ഏർണിങ്സ്, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് കാണിക്കുന്നത്? പ്രൊപ്പോർഷൻ. ഓക്കെ, ഓരോ നമ്മുടെ ലോങ് ടേം സോഴ്സസിന്റെ പ്രൊപ്പോർഷൻ കൂടി കാണിക്കുന്നതാണ് ഇത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് എന്താണ് കാണിക്കുന്നത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ റെപ്രസെന്റ്സ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് എ കമ്പനി ഓസ് ടു ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, ഔട്ട്സൈഡേഴ്സിന് ഒരു കമ്പനി എത്രമാത്രം കൊടുക്കാൻ ബാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ആണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ കാണിക്കുന്നത്. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ഫിനാൻസ് സ്ട്രക്ചർ. ഫിനാൻസ് സ്ട്രക്ചറിൽ ഏതൊക്കെ വരുന്നുണ്ട്? ലോങ് ടേം പ്ലസ് ഷോർട്ട് ടേം വരുന്നുണ്ട്. അതിൽ നിന്നും അതാണ് ഫിനാൻസ് സ്ട്രക്ചർ എന്ന്. അതിൽ നിന്നും കറന്റ് ലൈബിലിറ്റീസ് എന്ന് പറയുന്നതാണ് ഷോർട്ട് ടേം. ഓക്കെ, ഈ ഷോർട്ട് ടേം നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓൺലി ലോങ് ടേം സോഴ്സസ്, അത് മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ഫിനാൻസ് സ്ട്രക്ചറിൽ നിന്നും ഷോർട്ട് ടേം നമ്മൾ മൈനസ് ചെയ്യുക, അതല്ലെങ്കിൽ ഫിനാൻസ് സ്ട്രക്ചറിൽ നിന്നും നമ്മൾ കറന്റ് ലൈബിലിറ്റീസ്, ഷോർട്ട് ടേം സോഴ്സ് ആയിട്ടുള്ള കറന്റ് ലൈബിലിറ്റീസിനെ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലൈബിലിറ്റീസ്, ദാറ്റ് ഈസ് ദി നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറന്റ് ലൈബിലിറ്റീസ്, അതിനെയാണ് ഫിനാൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലോങ് ടേം സോഴ്സ് പ്ലസ് ഷോർട്ട് ടേം സോഴ്സ് എന്ന് പറയുന്നതാണ് ഇത് ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ നെക്സ്റ്റ് വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ഈ ക്യാപിറ്റലൈസേഷനും ക്യാപിറ്റൽ സ്ട്രക്ചറും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റലൈസേഷൻ, അതേപോലെ തന്നെ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഈ ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ്. ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസിനെ പറയുന്നതാണ് എന്ത്? ക്യാപിറ്റലൈസേഷൻ. ദാറ്റ് ഈസ് ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്. ഇത് മൂന്നും ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഏത്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന ടേം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ് ആണ് ഏത്? ക്യാപിറ്റലൈസേഷൻ. ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഏത്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ടോട്ടൽ എമൗണ്ട്, അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ആണ്. ദാറ്റ് ഈസ് അതിന്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ദി ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ് ആണ് നോക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ദി നാരോ സെൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മേക്കപ്പ് ഓഫ് ദി ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷനെ മേക്കപ്പ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ക്യാപിറ്റലൈസേഷനെ മേക്കപ്പ് ചെയ്യണതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ദാറ്റ് ഈസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോൺസ്, ലോൺസ്, അതിനൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യുക. അതിനെ പറയുന്നതാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വരുന്നതാണ് ബ്രോഡ് സെൻസിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നീഡ്സ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, ടോട്ടൽ നീഡ്സ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിനേഷൻ ആണ് ഇതെന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റലൈസേഷൻ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഓവർ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആയിട്ട് നമുക്ക് ക്യാപിറ്റലൈസേഷനെ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതിനെ നമുക്ക് എങ്ങനെയാണ് ഹൈ ഗിയേർഡ് ക്യാപിറ്റൽ സ്ട്രക്ചറും ലോ ഗിയേർഡ് ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ടാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ ഡിഫറൻസ് ആണ്, ലാസ്റ്റ് ഡിഫറൻസ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്റേണൽ റിക്വയർമെന്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഇന്റേണൽ റിക്വയർമെന്റ്സിനെയാണ് അത് മെയിനായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് വെച്ചെങ്കിലോ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ ഇന്റേണൽ ഫോഴ്സസ് ആണെങ്കിൽ അത് ഏതായിരിക്കും ക്യാപിറ്റലൈസേഷൻ. ദെൻ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണെങ്കിൽ അത് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടും വരുന്ന ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഏതാണ് വൈഡർ ടേം എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ക്യാപിറ്റലൈസേഷനിൽ വരുന്നതാണ് ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ നമ്മളൊന്ന് മേക്കപ്പ് ചെയ്യുക. ഓക്കെ, മേക്കപ്പ് ഓഫ് ദി ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നതാണ് ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്.